പൊരിച്ച പത്തിരി അഥവാ എണ്ണപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ കടയിൽ നിന്നും വാങ്ങിയ അരിപ്പൊടിയാണ്. അരമുറി തേങ്ങ ചിരവിയത്, ഇതൊരു ചെറിയ സൈസ് തേങ്ങയാണ്. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, അരമുറി സവാള. നമുക്കാദ്യം പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് മിക്സി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കല്ലുണ്ടെങ്കിൽ നമുക്ക് കല്ലിലൊന്ന് ചതച്ചെടുത്താലും മതി. മിക്സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് അടിച്ച് എടുക്കുക, ഒരുപാട് ഇട്ട് അരയ്ക്കരുത്. ഇതിനി 1 സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ കാണുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജീരകവും തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്, നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് മൂപ്പിക്കരുത്, ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. 1 കപ്പ് മാവാണ് എടുത്തിരുന്നെങ്കിൽ അതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്, അതനുസരിച്ച് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പത്തിരിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ നല്ലതുപോലെ തിളപ്പിക്കാൻ വെക്കണം. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് സോൾട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞു. നമുക്കിനി തീ നല്ലതുപോലെ കുറച്ചതിന് ശേഷം അരിപ്പൊടി കുറേശ്ശായി ചേർത്ത് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ നോക്കണം. തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്കിനി എടുത്തു വെച്ചിരിക്കുന്ന എള്ളും ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിനെ നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മാവ് നല്ല ചൂടാണ്. ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ മാവിനെ കുഴച്ചെടുക്കണം. നമ്മൾ കുഴയ്ക്കുന്നോറും നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിൽ പത്തിരി നല്ല കട്ടിയായിപ്പോവും. അതുകൊണ്ട് നല്ല ഈ ചൂടത്ത് തന്നെ നമ്മൾ ഒന്ന് കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം മാവ്. മാവ് നല്ല ചൂടായിരിക്കും. അപ്പോൾ പതുക്കെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൊട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുത്താൽ നമുക്ക് കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടറിലേക്ക് വെച്ച് ഒന്നും കൂടി നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണം. നമുക്കിനി ഈ മാവിൽ നിന്ന് 2-3 ഭാഗമായി മാറ്റിയെടുക്കാം. നമുക്ക് പത്തിരി എത്ര കട്ടിയിൽ വേണോ അതനുസരിച്ച് മാവ് നമുക്ക് എടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ സാധാരണ കിട്ടുന്ന കുറച്ച് കട്ടി കൂടിയ പത്തിരി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാവ് എടുത്ത് വെക്കാം. ഇതിന് നമുക്ക് ഓരോ ബോളും വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി കല്ലുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് എത്രയാണോ കട്ടി വേണ്ട അതിനനുസരിച്ച് നമ്മൾ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു അടപ്പെടുത്ത് നമുക്ക് ഓരോ പത്തിരിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടപ്പല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് വെച്ചും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി വരുന്ന മാവ് പിന്നെ നമ്മൾ പരത്തി ഓരോ പത്തിരിയും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ സൈസിലുള്ള ഇത്രയും കട്ടി കൂടിയ പത്തിരിയാണ് ഇവിടെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കട്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ എല്ലാ പത്തിരിയും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്കിതിനി വറുത്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോ പത്തിരിയും ഇട്ട് പൊരിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഓരോന്നും പൊരിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് മോൾ ഭാഗം കരിഞ്ഞു പോവും. പക്ഷെ പത്തിരി നല്ല ഹാർഡും ആയിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പത്തിരി പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, അതേപോലെ അകത്ത് നല്ല സോഫ്റ്റും ആയി കിട്ടും. ഇപ്പോൾ രണ്ട് സൈഡും മാറി മാറി നമുക്ക് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരിയും വറുത്തെടുക്കാം. ഇത് നമുക്ക് ഒരു കറിയും കൂടാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഏതെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.